ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അഡ്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കും വെള്ളിയാഴ്ച വളരെ എക്സ്ട്രീംലി പോസിറ്റീവ് ആ ഒരു നോട്ടിലായിരുന്നു US സൂചികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് അടക്കമുള്ള സൂചികളിലൊക്കെ തന്നെ നമുക്ക് പുതിയൊരു റെക്കോർഡ് ഹൈയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അമേരിക്കയുടെ CPI കണക്കുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയൊരു ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും രണ്ട് ഇൻഡസ്ട്രീസിലും നമുക്ക് വളരെ ശക്തമായിട്ട് ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിനിടെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് വെള്ളിയാഴ്ചത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ആ ഒരു കറക്ഷൻ പൂർത്തിയായി. സോ കറക്ഷൻ നടന്നിരിക്കുന്ന ഒത്തിരി സ്റ്റോക്സിൽ നമുക്ക് വീണ്ടും ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് അമേരിക്കൻ ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി സിറ്റി ബാങ്ക്, JP മോർഗൻ എക്സെട്ര. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. ആൻഡ് അഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ട്രേഡിംഗ് അവസരങ്ങൾ വീണ്ടും നല്ല സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. മെറ്റയുടെ കേസിൽ $743 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കും. അതേസമയം നമ്മൾ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ ഓൾ ടൈം ഹൈ ലെവൽ $265 ലെവലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ വീണ്ടും നമുക്കൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 2 വീക്ക് ഹൈയിലേക്ക് ഉയരാനായിട്ട് ഇപ്പോൾ ക്രൂഡിനെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും US-ഉം ചൈനയും തമ്മിലുള്ള ചില ട്രേഡ് ഡീൽസിൽ വളരെ ബ്രേക്ക് ഔട്ടിംഗ് ആയിട്ടുള്ള ചില ഇവൻറ്റ്സ് നടക്കുന്നു എന്നൊരു അപ്ഡേഷൻസ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ബ്രെൻഡ് 0.5% നേട്ടവും WTI ക്രൂഡ് ഏകദേശം 0.7% ഒരു നേട്ടവുമാണ് ഇപ്പോൾ ആ നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ക്രൂഡിലുള്ള ഈ ഒരു മുന്നേറ്റത്തെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ? അല്ല, നമ്മൾ കഴിഞ്ഞ 3-4 മാസത്തിന് ഇത്രയും ശക്തമായിട്ടൊരു റിക്കവറി നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിച്ചിട്ടില്ല. സോ കഴിഞ്ഞ ആഴ്ച 4 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് നിലവിലുള്ള ബെയറിഷ് ട്രെൻഡ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രെൻഡ് ബുള്ളിഷും അല്ല ബെയറിഷും അല്ല എന്നൊരു സിറ്റുവേഷനിലോട്ടാണ് മാറിയിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ പൊസിഷൻ ഒന്നും എടുക്കാൻ അവസരം കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $59 മുതൽ $60 വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഗോൾഡിലേക്ക് വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നമുക്ക് ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു ഒക്ടോബർ 21 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും $4000 എന്നൊരു ലെവലിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുമ്പോൾ പോലും $4000 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഗോൾഡിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു നെഗറ്റീവ് ടു സൈഡ് വേസ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചൂണ്ടിക്കാണിച്ചത് സ്വർണം വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആൻഡ് ഓവർ ഹീറ്റഡ് ആയിരുന്നു. സോ നമ്മൾ കണ്ടിരിക്കുന്ന 4 ട്രേഡിംഗ് സെഷൻസിലെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് വളരെ അത്യാവശ്യമായിരുന്നു. കൈവശം ഇപ്പോഴും ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷൻ നിലനിർത്താം. ബട്ട് $4020 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $4180 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $50 മുതൽ $75 നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം.
ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടിവായിരുന്നു. പക്ഷേ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു എങ്കിൽ പോലും 25,800 എന്നൊരു ലെവൽ കൈവിടുന്നൊരു പ്രതീക്ഷ ഭൂരിഭാഗം അനലിസ്റ്റുകളും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,795 എന്ന നിലയിലാണ്. ഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു 25,715 എന്നൊരു നിലയിലാണ് ഡേ ലോ വന്നിരിക്കുന്നത്. 25,718.2 എന്നൊരു നിലയിലാണ് ഡേ ലോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ലെവലിന് ഓൾമോസ്റ്റ് അടുത്ത് നിന്നുകൊണ്ടാണ് ഒരു ക്ലോസിംഗും വന്നിരിക്കുന്നത്. സോ നിഫ്റ്റി 50ലുള്ള ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ നമുക്കൊരു വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ടാണോ കണക്കാക്കേണ്ടത്? അതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തുടരുന്നത്. ഒരു വീക്ക്നെസ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കണ്ടിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 25,400 മുതൽ 25,600 ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞൊരു വീക്കിൽ മികച്ച പ്രകടനം നടത്തിയ സെക്ടേഴ്സിലൊന്നായിരുന്നു. അവസാന ദിവസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും തുടർച്ചയായിട്ട് 58,500 എന്നൊരു ലെവൽ വരെ ഉയരാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആ ഒരു ഹൈ ലെവൽ 58,577.5 എന്നൊരു ഹൈ ലെവൽ വരെ ഉയരാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റ്സിനടുത്തുള്ളൊരു ഇടിവിലേക്കാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഒരു വ്യത്യാസവുമില്ല. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നമ്മൾ ഈ ഒരു കറക്ഷൻ ആയിരിക്കണം പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 57,500, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 57,000 പോയിന്റിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സർ, ഇപ്പോൾ റിസൾട്ട് വന്ന ചില കമ്പനികൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടക് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് തന്നെയാണ്. കൊട്ടക് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് വന്നിരിക്കുന്നത്. പല പാരാമീറ്റേഴ്സിലും ഇൻലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് വന്നിരുന്നുവെങ്കിൽ പോലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും അതിനോടൊപ്പം തന്നെ മറ്റ് പല പാരാമീറ്റേഴ്സിലും അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ബ്രോക്കറേജുകളുടെയൊക്കെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു റീറൈറ്റിങ്ങിനുള്ള ഒരു സാധ്യത ഈ ഒരു റിസൾട്ടിന് ശേഷം ഈ ഒരു ഓഹരിയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ കൊട്ടക് ബാങ്കിന്റെ ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, കോട്ടക് ബാങ്കിന്റെ കേസിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിന് മേജർ ബോട്ടം 1931 രൂപയിൽ. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച നമുക്ക് 2,267 രൂപ വരെ ഈ സ്റ്റോക്കിൽ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നടക്കുന്നത് ഇറ്റ് ഇസ് എ വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 2,100, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2,050. 2,050ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ, അതോടൊപ്പം തന്നെ IT ഇൻഡെക്സിലേക്ക് കൂടി വരുന്നത്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് താങ്കൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു സെക്ടർ കൂടിയാണ് ഇത്. IT സംബന്ധിച്ച് ഡാർക്ക് ഹോഴ്സ് എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ വിശേഷിപ്പിച്ചിട്ടുമുള്ളത്. ഈ ഒരു സെക്ടർ കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് ഒരു 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ചത്തെ ഒരു പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഹൈ ലെവൽസിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, ഇടിവായിരുന്നു എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ലോങ് ടേം കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഹൈവേഴ്സ് ആൻഡ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 34,800ന്റെ സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു സെക്ടറിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഇൻഡെക്സിന് 2 മേജർ റെസിസ്റ്റൻസസ് ക്രോസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ 36,350 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 36,850 പോയിന്റിൽ കാണുന്നുണ്ട്. 36,850ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സെക്ടറിൽ നമുക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം.
സിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിസൾട്ട് വന്നൊരു കമ്പനിയായിരുന്നു കൊഫോർജ്. കൊഫോർജിനെ സംബന്ധിച്ച് റിസൾട്ടിലേക്ക് വരുമ്പോഴേക്കും വ്യക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഇയർ ഓൺ ഇയർ ബേസിൽ നേടാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ലാഭത്തിൽ 86% വാർഷിക വളർച്ചയും ഒപ്പം തന്നെ റവന്യൂവിലേക്ക് എത്തുകയാണെങ്കിൽ 31.7% ഒരു വളർച്ചയുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓഹരിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 29 ശേഷം വളരെ നേരിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എങ്കിൽ പോലും ഒരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ കൊഫോർജ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊഫോർജിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1685 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1785 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1820, 1850, 1900. സർ, അതിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ചോളമണ്ഡലം ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ചോളമണ്ഡലം ഫിനാൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു ഓഹരി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ദിവസം വളരെ മാസീവായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച 2.5% മുകളിലൊരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചോളമണ്ഡലം ഫിനാൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇതിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1790. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1920. ചോളമണ്ഡലത്തിനോടൊപ്പം തന്നെ നമുക്ക് പല ഫിനാൻസ് കമ്പനീസിലും നമുക്ക് ശക്തമായിട്ട് ഇതേപോലെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ശ്രീറാം ഫിനാൻസ്. ശ്രീറാം ഫിനാൻസിന്റെ കേസിലും അത് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിന് തൊട്ട് അടുത്ത നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത് 722 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം. സർ, അപ്പം തന്നെ ചില ഫിനാൻഷ്യൽ ഓഹരികളിൽ കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ജിയോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ റിവ്യൂ ആണ് ചോദിക്കുന്നത്. ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ 8 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് മൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ കണക്കുകൾ മാത്രം എടുക്കുമ്പോൾ 1% ഒരു നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ജിയോ ഫിനിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ജിയോഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ കമ്പനിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡ് വേസ് പാറ്റേണിലോട്ട് നീങ്ങിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 298 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 317 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിലേക്ക് കൂടിയാണ് വരുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ഈ ഓഹരിയിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു അല്പം ബിയറിഷ് സെന്റിമെന്റ്സിലാണ് നിലനിൽക്കുന്നതെന്നും കാണാം. സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസിലൂടെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ആൻഡ് ലൈക്ക് മെനി IPO സ്റ്റോക്സ് നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ്. At this point, ഈ സ്റ്റോക്കിന്റെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ 115, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 120. 120 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ ചില ഓട്ടോ ഓഹരികളിലെ കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% ഒരു നഷ്ടത്തിലായിരുന്നു. സോ ഓല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു 3-4 ആഴ്ചക്കിടെയായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത്. 39 രൂപ 70 പൈസയിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി, നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കറക്ഷന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് വന്നു എന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഈ
ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 55 രൂപ. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 52. 55ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 57, 58, 59, 61 രൂപ 60 പൈസ. ഒപ്പം തന്നെ ഈ ആഴ്ച റിസൾട്ട് വരാനിരിക്കുന്ന മറ്റൊരു കമ്പനിയാണ് മാരുതി സുസുക്കി. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് ശേഷം തുടർച്ചയായിട്ട് അപ് ട്രെൻഡിൽ നിന്നിരുന്ന ഒരു ഓഹരി കൂടിയായിരുന്നു ഇത്. ചില വോളറ്റിലിറ്റി കണ്ടിരുന്നു എങ്കിൽ പോലും ആ ഒരു ബുള്ളിഷ് മൊമെന്റം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ വെള്ളി അതിനോടൊപ്പം തന്നെ വ്യാഴം ദിവസങ്ങളിലായിട്ട് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പൊസിഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ മാരുതി സുസുക്കി ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മാരുതിയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓഗസ്റ്റ് 4 ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 12,225 രൂപ. അവിടെ നിന്നും ഒരു കറക്ഷൻ പോലും ഇല്ലാതെ കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 16,660 രൂപ പുതിയ ഓൾ ടൈം ഹൈ ലെവൽ എത്തിയിരുന്നു. അതിനുശേഷം വളരെ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 16,000 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ അദാനി പോർട്സിലേക്ക് കൂടി വരികയാണ്. അദാനി പോർട്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മാത്രം 1.5% ഒരു നഷ്ടമാണ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ അദാനി പോർട്സിൻ്റെ ഓഹരികളിൽ താങ്കളുടെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അദാനി പോർട്ടിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ലോങ് ടേമിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1389 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് NTPC ലിമിറ്റഡിലേക്കാണ് വരുന്നത്. NTPC സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 0.89% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയ പല പദ്ധതികളും കഴിഞ്ഞൊരു വീക്കിൽ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടില്ല. സോ NTPC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPCയുടെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. 353ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്മോ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ അദാനി ടോട്ടൽ ഗ്യാസിലേക്ക് കൂടി വരികയാണ്. അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ഓഹരിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ഈ ആഴ്ച ലഭിക്കണമെങ്കിൽ 642 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 610 രൂപ. അതിനോടൊപ്പം തന്നെ ചില ബാങ്കിങ് ഓഹരികളിലേക്ക് കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ICICI ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ICICI ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു നിഫ്റ്റി ബാങ്കിൻ്റെ റാലിയിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയ ഓഹരി കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ 20 മുതൽ ഇങ്ങോട്ടേക്ക് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ICICI ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ICICI ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഇത് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1340. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ ഈ സ്റ്റോക്ക് 1415 അതിനുശേഷം 1445ന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. 1445ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് കൂടി വരികയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു വീക്കിൽ വളരെ മാസമായിട്ട് ഒക്ടോബർ 20 ഏകദേശം ഒരു 15% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ തന്നെയാണ് ഓഹരി നിന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ 0.5% നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് പൊസിഷൻ. ഒത്തിരി മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ല സ്ട്രോങ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ഈ ആഴ്ചത്തെ ട്രേഡിൽ ഈ സ്റ്റോക്കിന് 38.75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 40 രൂപ, 42, 43, 20, 44, 35. അടുത്തതായിട്ട് ബി എല്ലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബി എല്ലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ബി എൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബി എല്ലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കറന്റ്ലി നമുക്ക് ഇതിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 400 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിന് മേജർ ഒരു ഹേർഡിൽ കാണാൻ സാധിക്കുന്നത് 437 രൂപയിൽ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അപ്പം തന്നെ ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന മറ്റൊരു കമ്പനിയാണ് ഏവിയേഷൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷൻ അഥവാ ഇൻഡിഗോയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നാണ് ഇപ്പോൾ റിസൾട്ട് വരുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇൻഡിഗോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡിഗോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5655 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് ആർ വി എൻ എല്ലിലേക്കാണ് വരുന്നത്. ആർ വി എൻ എല്ലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഓഹരിയിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ ആർ വി എൻ എല്ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആർ വി എൻ എല്ലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസുമായിട്ട് കാണുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 324 രൂപ. 324 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 343 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 372 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡിലെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ട് വളരെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അധികം വോളറ്റിലിറ്റി ഇല്ലാത്തൊരു ഓഹരിയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റിഷ് ആ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അമരരാജയുടെ കേസിലും അതുപോലെ തന്നെ എക്സൈഡ് ഇൻഡസ്ട്രിയുടെ കേസിലും നമുക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഒത്തിരി വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ രണ്ട് സ്റ്റോക്കിലും നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 1020 രൂപ. 1020 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 970 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഏതായാലും നമ്മളുടെ മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.